ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാനിത് എൻ്റെ ഒരു കസ്റ്റമർക്ക് തയ്ച്ചു കൊടുത്ത ടോപ്പിൻ്റെ തുണിയാണ്. ഇത് അതിൻ്റെ മാച്ചിങ് ആയിട്ടുള്ള പാൻറ്റിൻ്റെ പീസാണ്. അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ട് ആളുടെ മോക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഫ്രോക്ക് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അത് അളവുകളൊക്കെ രേഖപ്പെടുത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ അളവുകളൊക്കെ ഞാനൊന്ന് പറയാം. ഷോൾഡർ ഞാൻ 4 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ആം ഹോളും 4 ഇഞ്ച് എടുത്തിട്ടുണ്ട്. കഴുത്തിറക്കം 2 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. ബോഡിയുടെ വിഡ്ത്ത് കൊടുത്തിരിക്കുന്നത് 6 ഇഞ്ചാണ്. ബോഡിയുടെ ലെങ്ത്ത് കൊടുത്തിരിക്കുന്നത് 8 ഇഞ്ചാണ്. അപ്പോൾ ഈ അളവുകളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. ഈ വരയിലൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ബോഡി ലെങ്ത്ത് അളന്ന് കാണിക്കാം. ഞാൻ 8 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഈ മോക്ക് ഒരു 8 മാസം പ്രായമേ ഉള്ളൂ കേട്ടോ. പാവാട നമ്മൾ 2 കളറിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പാവാടയുടെ ലെങ്ത്തിനെ 2 പീസാക്കി എടുത്തിട്ടുണ്ട്. ഒരു പോർഷന് 6 ഇഞ്ച് വീതിയും 25 ഇഞ്ച് നീളവുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തന്നെ 2 പീസ് മുറിച്ചെടുത്തിട്ടുണ്ട്. ഫുൾ ലെങ്ത്തിൻ്റെ ബാക്കിക്ക് നമ്മൾ ആ പാൻറ്റിൻ്റെ പീസിനെ 1-2 ഫോൾഡ് ചെയ്തിട്ട് താഴ്ഭാഗത്തേക്ക് വെക്കാനായിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ സെയിം ലെങ്ത്തിൽ തന്നെ ആ തുണിയും എടുക്കണം. ഞാനിപ്പോൾ അത് 2 മടക്കി താഴ്ഭാഗത്തേക്ക് ആയതുകൊണ്ട് ഒരു പട്ട കണക്കിനെ തേച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ പരിപാടിയിലേക്ക് കടക്കാം. ഞാൻ ലൈനിങ് ആയിട്ട് എടുത്തിരിക്കുന്നത് ആ പാൻറ്റിൻ്റെ പീസാണ് കേട്ടോ. അപ്പോൾ ഞാൻ നല്ല തുണി കട്ട് ചെയ്തത് ആ ലൈനിങ്ങിൻ്റെ തുണിയുടെ മുകളിൽ വെച്ച് എല്ലാ സൈഡിൽ കൂടെയും ഒന്ന് അടിച്ച് എടുക്കുവാണ്. അടിച്ചെടുത്ത് കഴിഞ്ഞ് നമുക്കൊന്ന് തിരിച്ചിട്ടാൽ മതി. തിരിച്ചിട്ട ശേഷം ഇതിൻ്റെ മുകൾ ഭാഗത്ത് കൂടി ഒന്ന് പതിച്ചടിക്കണം. അപ്പോൾ അകത്തെ തുണി പുറത്തേക്ക് കണ്ടാലും നമുക്കൊരു പൈപ്പിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അത് നന്നായിട്ട് പിടിച്ച് വെച്ചിട്ട് കൈക്കുഴിയും ഷോൾഡറും കഴുത്തും ഒക്കെ നന്നായിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ ഇവിടെ ഇങ്ങനെ ജോയിൻറ്റ് വരുന്നതുകൊണ്ട് കുഴപ്പമില്ല. കാരണം നമ്മളിവിടെ പ്രസ് ബട്ടനാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. കയ്യിൽ പ്രസ് ബട്ടൺ വരുന്നതുകൊണ്ട് തന്നെ ബാക്കിൽ സിബോ ഹൂക്കോ അങ്ങനെ ഒന്നും വേണ്ട. അപ്പോൾ നമ്മൾ ബോഡി പാർട്ട് അടിച്ച് കഴിഞ്ഞിട്ട് താഴത്തെ തുണി എടുത്തിട്ട് ഫ്രില്ലിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് നമുക്ക് തുണി ഒരുപാടുള്ളതുകൊണ്ട് തന്നെ നന്നായിട്ട് നമുക്ക് പ്ലീറ്റ്സൊക്കെ എടുത്ത് ഇട്ട് കൊടുക്കാം. പ്ലീറ്റ്സ് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പ്ലീറ്റ് എടുത്ത ഒരു പീസ് നമ്മൾ 2 പീസ് എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരു പീസിലാണ് പ്ലീറ്റ് എടുത്തത്. അത് നമ്മുടെ ഫ്രണ്ട് പോർഷനിലേക്ക് വെച്ച് കൊടുത്ത് ഒന്ന് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ പീസും പ്ലീറ്റ് എടുത്തിട്ട് നമ്മുടെ ബാക്ക് പാർട്ടിലോട്ട് വെച്ച് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ 2 പീസും ഇവിടെ റെഡിയായി. ഇനി നമുക്കിതൊന്ന് ജോയിൻ ചെയ്തെടുക്കണം. ഈ സൈഡിലൂടെ ഒന്ന് താഴെ വരെ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഒരു സൈഡ് മാത്രം ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ താഴത്തേക്ക് മാറ്റി വെച്ചേക്കുന്ന ആ പീസ് എടുത്ത് ഇതിൻ്റെ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ബാക്കി വരുന്നതുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്, നമ്മൾ വള്ളി റെഡിയാക്കിയിട്ടില്ലായിരുന്നു. അങ്ങനെ ആ പാൻറ്റിൻ്റെ പീസ് കൊണ്ട് തന്നെ 2 വള്ളിയൊക്കെ പെട്ടെന്ന് സെറ്റ് ചെയ്തെടുത്ത് കൊണ്ടുവന്നു. ഇനി നമുക്ക് വള്ളി ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അറിയാമല്ലോ വള്ളി എവിടെയാണ് വെച്ച് കൊടുക്കാനുള്ളതെന്ന്. അത് കഴിഞ്ഞ് വള്ളിയൊക്കെ വെച്ചു സൈഡൊക്കെ ജോയിൻ ചെയ്തിട്ട് ഒന്ന് നൂത്തിയിട്ടപ്പോൾ നമ്മുടെ ഫ്രോക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫാബ്രിക് കൊണ്ട് തന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു പൂവും കൂടെ വെച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഷോൾഡറിലായിട്ട് നമുക്ക് പ്രസ് ബട്ടൺ കൊടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ കുഞ്ഞു മോക്ക് തയ്യാറാക്കിയ ഈ ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മൾ അമ്മമാർക്കൊക്കെ തച്ചിട്ട് ബാക്കി വരുന്ന മെറ്റീരിയൽ കൊണ്ട് തന്നെ നമുക്ക് കുഞ്ഞുങ്ങൾക്കും പെട്ടെന്ന് നമുക്ക് ഫ്രോക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി ഈ മെറ്റീരിയൽ കുറച്ചും കൂടെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ സെയിം മെറ്റീരിയൽ കൊണ്ട് തന്നെ മോക്കായിട്ട് ഒരു ഹെയർ ബാൻഡും കൂടെ റെഡി ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഫോട്ടോയും ഇട്ടേക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ ഡ്രസ്സും ഈ ഹെയർ ബാൻഡും എങ്ങനെയുണ്ടെന്ന് ഒന്ന് കമൻറ്റും ചെയ്തേക്കണേ.